ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച് ദേവസ്വം മന്ത്രി സംഗമത്തിന് ചെലവായ തുക ദേവസ്വം ബോർഡിന് തിരികെ നൽകിയെന്ന് മന്ത്രി പറയുമ്പോൾ തുക പൂർണ്ണമായും തിരികെ നൽകിയില്ല എന്നാണ് SIT വ്യക്തമാക്കുന്നത്. 3.4 കോടി രൂപ നഷ്ടമായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓർഡർ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വിവരങ്ങളുമായി രാജീവ് ഉണ്ട്. രാജീവ്, ഈ ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ ആളില്ലാ സംഗമം, അത് ദേവസ്വം ബോർഡിന് വരുത്തിവെച്ച നഷ്ടം ചില്ലറയല്ല, കോടിക്കണക്കിന് രൂപയാണ്. എന്തായാലും ഈ ഓർഡർ റിപ്പോർട്ടിൽ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നു. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രാജീവ്? രഖി, പ്രധാനമായും ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന സമയത്ത് തന്നെ കോടിക്കണക്കിന് രൂപ ഇതിന് ചെലവ് വരും എന്ന് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു. ആ ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യമായിരുന്നു പ്രധാനമായും ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്ന ഹൈക്കോടതിയിൽ സർക്കാർ മറുപടി നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞത് ഒരു കാരണവശാലും ദേവസ്വം ബോർഡിൻ്റെ 1 രൂപ പോലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചെലവഴിക്കരുത് എന്നാണ്. പ്രധാനമായും ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതുകൊണ്ട് സർക്കാർ വലിയ അവകാശവാദമായി മുന്നോട്ട് വെച്ചിരുന്നത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക, അതിന് വ്യവസായികളെ ഇവിടേക്ക് ആകർഷിക്കുക, അതായത് ശബരിമലയോട് ചേർന്ന് നിൽക്കുന്ന വ്യവസായികളെ ഇവിടേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്നാൽ നമ്മൾ കണ്ടതാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ അത്തരത്തിലുള്ള വ്യവസായികളൊന്നും എത്തിയില്ല. തട്ടിക്കൂട്ട് പരിപാടിയായി ആഗോള അയ്യപ്പ സംഗമം മാറുമ്പോൾ അതിന് ചെലവ് 4 കോടി രൂപയാണ്. അത്യാധുനിക രീതിയിലുള്ള ടെൻറ്റുകളൊക്കെ പമ്പാതീരത്ത് നിർമ്മിച്ചുകൊണ്ടായിരുന്നു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെങ്കിൽ അവിടേക്ക് ആരും എത്താത്തൊരു സാഹചര്യമായിരുന്നു. യഥാർത്ഥ ഭക്തർ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. സർക്കാർ പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികളെ ക്ഷണിച്ചെങ്കിലും അവരാരും എത്താതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ കണക്ക് പ്രകാരമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ദേവസ്വം ബോർഡിൽ നിന്നാണ് സർക്കാർ പണം ചെലവഴിച്ചിരിക്കുന്നത്. ഈ സ്പോൺസർമാർ യഥാസമയം പണം നൽകാത്തതിനെ തുടർന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് 3 കോടി രൂപ എടുത്തു എന്നാണ് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. നിയമസഭയിലും ഇക്കാര്യം തന്നെയാണ് ദേവസ്വം മന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയെന്ന് പറയുന്നത്, ഒന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ നിന്ന് പണം എടുക്കരുത് എന്ന്, അത് ലംഘിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല നിയമസഭയിൽ ദേവസ്വം മന്ത്രി പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതായത് ഈ പണം തിരികെ ദേവസ്വം ബോർഡിന് നൽകി എന്നാണ് ദേവസ്വം മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയല്ല. ഈ രീതിയിൽ ആഗോള സംഗമം സംഘടിപ്പിച്ചെങ്കിലും ആ പണം തിരികെ ദേവസ്വം ബോർഡിന് നൽകിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഈ പണം നിലവിൽ ദേവസ്വം ബോർഡിന് ലഭിച്ചതായി കാണുന്നില്ല എന്നാണ് SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ഏതായാലും അത് സർക്കാരിനെ കൂടുതൽ കുരുക്കിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഹൈക്കോടതി തന്നെയാണ് നേരത്തെ നിർദ്ദേശം നൽകിയത് ഒരു കാരണവശാലും ദേവസ്വം ബോർഡിൻ്റെ പണം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഉപയോഗിക്കരുതെന്ന്. അത് സർക്കാർ ലംഘിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ആ പണം തിരികെ നൽകിയിട്ടുമില്ല. നിലവിൽ 3 സ്പോൺസർമാരാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാരിൻ്റെ കണക്കിലുള്ളത്. ഒന്ന് കേരള ബാങ്കാണ്, മറ്റൊന്ന് ധനലക്ഷ്മി ബാങ്കാണ്, മറ്റൊന്ന് അദാനി ഗ്രൂപ്പാണ്. ഈ 3 സ്പോൺസർമാരാണ് പണം നൽകാമെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നത്. ആ പണം സർക്കാരിന് ലഭിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം തന്നെ ദേവസ്വം ബോർഡ് ചിലവാക്കിയ 3 കോടി രൂപ ദേവസ്വം ബോർഡിന് തിരികെ ലഭിച്ചിട്ടില്ല. അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഈ പണം ഇനി തിരികെ നൽകാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ കൂടി എന്തുകൊണ്ട് ദേവസ്വം ബോർഡിൽ നിന്ന് പണം എടുത്തു എന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി പറയേണ്ടി വരും. കാരണം ദേവസ്വം ബോർഡിൻ്റെ ഒരു പണം പോലും ഇതിനായി ഉപയോഗിക്കരുത് എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുകയാണ്. അതെല്ലാം ലംഘിച്ചുകൊണ്ട്, അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ പണം തന്നെ എടുത്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഇത്രയും കോടികൾ ചെലവഴിച്ച് സംഘടിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും സർക്കാരിന് ഒരു മറുപടിയും പറയാനില്ല. മാത്രമല്ല ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സഹായം ലഭിച്ചോ എന്ന ചോദ്യത്തിനും സർക്കാരിന് ഇപ്പോഴും മറുപടിയില്ല. അതിൽ നിന്നൊക്കെ സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ്. ഹൈക്കോടതി ഈ ചോദ്യം ചോദിച്ചിട്ട് ആഴ്ചകളും മാസങ്ങളും ഒക്കെ ആകുന്നു. ഇതുവരെ അതിനെക്കുറിച്ച് കൃത്യമായൊരു കണക്ക് നൽകാൻ പോലും സർക്കാർ സംവിധാനം നിർദ്ദേശം കാറ്റിൽ പറത്തിയെങ്കിൽ പോലും, കാറ്റിൽ പറത്തിയിട്ടും ഈ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുക കൂടി ചെയ്തല്ലോ ദേവസ്വം മന്ത്രി ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടൊക്കെ. രാഖി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് വാസവൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ട്. ആ പണം തിരികെ നൽകി, അതായത് സ്പോൺസർമാർ നൽകിയപ്പോൾ ആ പണം തിരികെ നൽകിയെന്നാണ്
മന്ത്രി നിയമസഭയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വസ്തുത അതല്ല. കഴിഞ്ഞ ദിവസം SIT അറിയിച്ചിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ആ പണം പൂർണ്ണമായും നൽകിയിട്ടില്ല. അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് 3 കോടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ 3 കോടി തിരികെ നൽകിയിട്ടില്ല എന്നാണ് SIT പറയുന്നത്. അത് ഓഡിറ്റ് റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമാണ് SIT അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം മന്ത്രി നിയമസഭയെ പരസ്യമായി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. കാരണം ഈ പണം പൂർണ്ണമായും ദേവസ്വം ബോർഡിന് നൽകിയെന്ന് മന്ത്രി പറയുമ്പോഴാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അങ്ങനെ നൽകിയിട്ടില്ല, പൂർണ്ണമായും പണം നൽകിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ സ്പോൺസർമാർ പണം നൽകിയപ്പോൾ ആ പണം നൽകിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല സ്പോൺസർമാർ. അതേസമയം തന്നെ ഈ പണം തിരികെ ദേവസ്വം ബോർഡിന് നൽകിയെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് ഈ SIT ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തിരിമറി നടന്നിട്ടുണ്ട് എന്ന് സംശയമുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നാണ്. അതായത് SITയുടെ അന്വേഷണ പരിധിയിലേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം കൂടി എത്തുകയാണ്. അതിൻ്റെ മറവിൽ നടന്നിരിക്കുന്ന ഫണ്ട് തട്ടിപ്പ് കൂടി എത്തുകയാണ്. അതായത് കോടികളുടെ ഒരു കൊള്ള ഇത് സംബന്ധിച്ച് നടന്നിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മറവിലും നടന്നിരിക്കുന്നു എന്നതുകൂടിയാണ് SITയുടെ ആദ്യ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സർക്കാർ തലത്തിൽ നിന്നുള്ള ഇടപെടൽ ഇനി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്കറിയാം SIT തുടക്കത്തിൽ സ്വീകരിച്ച നിലപാടല്ല പല വിഷയങ്ങളിലും പിന്നീട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ നിന്ന് വീണ്ടും ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് നിലവിലിപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് മുൻനിർത്തിയാണ് SIT ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഹൈക്കോടതിയിൽ കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെങ്കിൽ ഇനിയൊരു പക്ഷേ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ SIT മലക്കമറിയാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കിയാണ് SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. വീണ്ടും ഒരു അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം കൂടി സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം കൂടി അന്വേഷണ പരിധിയിലേക്ക് എത്തും. രാഖി. ശരി രാജീവ്, എന്തായാലും ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെയാണ് ഉള്ളത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ അടിമുടി പൊരുത്തക്കേടുകളാണ്. ഈ വരവും ചെലവും തമ്മിൽ ബന്ധമില്ല എന്നുള്ള ഒരു പരാമർശം കോടതിയിൽ നിന്ന് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. 10 ദിവസത്തിന് ശേഷം വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുമുണ്ട് ഹൈക്കോടതി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ രേഷ്മ ബാബു നൽകും. രേഷ്മ, അടിമുടി ഒരു പൊരുത്തക്കേട് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ദേവസ്വം ബോർഡിൽ നിന്ന് മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ? രേഷ്മ പറയും. രാഖി, ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പലതവണ ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ സെപ്റ്റംബർ മാസമാണ്, കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിനുശേഷം 45 ദിവസത്തിനുള്ളിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ലംഘിക്കപ്പെട്ടു. ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായിട്ട് 45 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനായിട്ട് ദേവസ്വം ബോർഡിന് സാധിച്ചില്ല. തുടർന്നാണ് 1 മാസത്തെ സാവകാശം കൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ഉണ്ട്. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഈ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ഇതിൽ ഇപ്പോൾ നിലവിൽ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവസ്വം ബോർഡ് മറുപടി നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചൊരു ഇടക്കാല ഉത്തരവ്, വിശദമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പുറത്തുവിടുന്നുണ്ട്. അത് വൈകുന്നേരത്തോടു കൂടി മാത്രമേ അതിന്റെ പകർപ്പ് നമുക്ക് ഉൾപ്പെടെ ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ, ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതിന്മേൽ, ആ വിഷയത്തിന്മേൽ ഒരു മറുപടി കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് 10 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഈ നേരത്തെ ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചത് ദേവസ്വം ബോർഡിന്റെ പണമൊന്നും തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല, പകരം സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്നുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടായിരുന്നു നേരത്തെ ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ട്
ഈ സ്പോൺസർഷിപ്പിൽ കൃത്യമായിട്ട് തുകകളൊന്നും തന്നെ ലഭിച്ചില്ല. ഒപ്പം തന്നെ കടം ഏകദേശം 3 കോടിയിലധികം രൂപയുടെ കടം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നേരത്തെ ഈ ദേവസ്വം ബോർഡിന്റെ തന്നെ, അതായത് ദേവസ്വം അക്കൗണ്ടിൽ നിന്ന് ഒരു തുക ഏകദേശം 2 കോടിയോളം അടുക്കുന്ന തുക ചെലവഴിച്ചിരുന്നു. അത് പക്ഷെ അഡ്വാൻസ്ഡ് ആയിട്ടായിരുന്നു ഉപയോഗിച്ചത്. അത് പിന്നീട് തിരികെ ദേവസ്വത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുമെന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിന്റെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിയിട്ടില്ല എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് നേരത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ദേവസ്വം ബോർഡിന്റെ ഒരു തുകയും 1 രൂപ പോലും ചെലവഴിക്കില്ല എന്നുള്ള നിലപാട് അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതിയിൽ അടക്കം നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, നേരത്തെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് സർക്കാരിന് ഇതിൽ യാതൊരുവിധ റോളുമില്ല, നടത്തിപ്പ് മുഴുവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണ് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്. പക്ഷേ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രോട്ടോകോൾ, അതായത് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ മുറി വാടക ഉൾപ്പെടെയുള്ളതിൻ്റെ ബില്ലുകൾ അടച്ചിട്ടുണ്ട്. ഇത് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് കരുതുന്നത്. അതായത് ഈ ഏകദേശം 37 ലക്ഷം രൂപയിലധികം വരും ഈ മുറി വാടക ബില്ല്. ആ മുറി വാടക ബില്ല് അടച്ചിരിക്കുന്നത് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറാണ്. സംസ്ഥാന സർക്കാരിന് ഒരു റോളും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ ഇത്തരത്തിൽ മുറിവാടകയുടെ ബില്ല് അടയ്ക്കുന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ദേവസ്വം ബോർഡിന് കൃത്യമായിട്ട് ഉത്തരമില്ല. അതുമാത്രവുമല്ല, ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഈ മുറിവാടകയ്ക്ക് ബില്ല് അടച്ചിരിക്കുന്നത് ഏകദേശം 25,000 രൂപയുടെ ബില്ല് മാത്രമേ അടച്ചിട്ടുള്ളൂ. ബാക്കി 37 ലക്ഷം രൂപയുടെ ബില്ലും അടച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. സർക്കാരിന് റോളില്ലാത്ത ഒരു അയ്യപ്പ സംഗമത്തിൽ എങ്ങനെയാണ് മുറിവാടകയുടെ ബില്ല് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിൽ നിന്ന് അടയ്ക്കുക എന്നുള്ളൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ചില വശപീശകുകളും അതോടൊപ്പം തന്നെ സംശയങ്ങളും ഈ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്മേലുള്ള ഒരു ഉത്തരം നൽകാനായിട്ട്, അല്ലെങ്കിൽ മറുപടി നൽകാനായിട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 10 ദിവസത്തിന് ശേഷം പ്രസ്തുത ഹർജി അല്ലെങ്കിൽ പ്രസ്തുത വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ 10 ദിവസത്തിനുള്ളിലാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് ഓഡിറ്റ് വിഭാഗം മുൻപാകെ വരുമ്പോൾ വരവിലും ചെലവിലും സർവത്ര പൊരുത്തക്കേട് എന്നുള്ളതാണ്. വളരെ വിശദമായി തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് വരേണ്ടിയിരിക്കുന്നു. വരുന്ന മുറയ്ക്ക് നമുക്ക് രേഷ്മയിലേക്ക് എത്താം.